ഞാനൊരു S23 അൾട്രാ ഫാനാണ് ആക്ച്വലി. 2 കൊല്ലം ഈ ഫോൺ യൂസ് ചെയ്യുന്നത്. ഞാൻ ഗ്രീനാണ് കളർ. ഇതിന് എന്താ പറയുക, ഒരു കോറിൽ പോലും മാറ്റില്ല. അതേമാതിരി ഞാൻ നോക്കിയിരുന്ന ഫോണായിരുന്നു. കാരണം ഞാൻ ഫോൺ വിളിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് ചെറിയൊരു ഫോണാണ്. ഇത് സോഷ്യൽ മീഡിയയും ക്യാമറ യൂസ് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഫോണാണ്. S24 ഇറങ്ങിയപ്പോഴും എനിക്കിത് വിട്ട് കളയാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഇന്നലെ എൻ്റെ കൂട്ടുകാരന് ഫോൺ വാങ്ങി. അപ്പോൾ ഞാൻ അതിൽ നോക്കിയപ്പോൾ S25 അൾട്രാ. അപ്പോൾ ഈ ഫോണാണ് വാങ്ങി. ഇപ്പോൾ 2 ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ഇതെൻ്റെ S23 അൾട്രാ, ഇത് S25. രണ്ടും നല്ല ഫോണാണ്. പക്ഷേ നമ്മൾ എടുക്കണ വരെ നമ്മുടെ മനസ്സിൽ ഇത് വെറുത്തല്ല എന്നായിരുന്നു എൻ്റെ ഒരു മനസ്സിലുണ്ടാകുന്ന ചിന്ത. കാരണം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏകദേശം എല്ലാം സെയിം മോഡല്, കെറു മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഇതിലെടുത്ത ഫോട്ടോസ്, വീഡിയോസ് ഞാനിതിൽ വീഡിയോയിൽ ഇടാം. അപ്പം വ്യത്യാസം ഈ S25 അൾട്രയിലെടുത്ത വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഭയങ്കര ക്ലാരിറ്റിയാണ്. പിന്നെ ഇതിന് ആക്ച്വലി കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. ഫോൺ വെയിറ്റ് കുറവാണ്. ആക്ച്വലി കുറച്ച് സൈസുകൾ കൊണ്ടുപോകണം എനിക്ക്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി സ്മൂത്തും ഫാസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ്സിൽ കെറുണ്ട്, കെറുവില്ല. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു ദിവസം യൂസ് ചെയ്യുള്ളൂ. എനിക്ക് S25 അൾട്രാ ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്ന ഫോൺ. ഞാൻ ഇപ്പോൾ ഇതുവരെ യൂസ് ചെയ്തതിൽ ഞാൻ ഏറ്റവും ബെറ്റർ ഫോൺ എന്ന് പറഞ്ഞ് ഇതാണ്. ഇപ്പോൾ ഇത് 2 ദിവസം കൊണ്ട് യൂസ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഇതായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. കാരണം ഇപ്പോൾ ഓഫറുണ്ട്, 10-ാം തീയതി വരെ ഓഫറുണ്ട്. 512 GB നമുക്ക് 256 GB സെയിം റേറ്റിൽ കിട്ടും. നല്ല ഓഫറാണ്. എന്താ പറയുക, നല്ല സെറ്റാണ്. നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഫോൺ S25 അൾട്രാ എന്ന് പറയാം. ഓക്കെ, ട്രൈ ചെയ്തോളൂ.